കേരളത്തിലെ ജനങ്ങളും സർക്കാരും വർഷങ്ങളായി കാത്തിരുന്ന ഒരു വാർത്തയാണ് നിമിഷപ്രിയയുടെ മോചനം. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി വർഷങ്ങളായി തന്നെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അതിനിടയിലാണ് ഈ വധശിക്ഷ വിധിക്കുകയും അത് നാളെ തന്നെ നടപ്പിലാക്കുമെന്ന ഒരു പ്രഖ്യാപനവും ഉണ്ടായി. പക്ഷേ ഈ ചിലരുടെ എല്ലാം കൃത്യമായ ഇടപെടൽ കൊണ്ട് അതിൽ നിന്നും അത് മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി കേരളം കാത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ ഒരു മടങ്ങി വരവാണല്ലോ. അതെ. ശരിക്കും മണിക്കൂറുകൾ എണ്ണി കഴിയുകയാണ്. നാളെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് പെട്ടെന്നുള്ള ഒരു വാർത്ത നമുക്കൊക്കെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ സന്തോഷമാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം ഒരു കുടുംബം ഇത്രയോ വർഷങ്ങളായിട്ട് ഒരു യുവതി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ രാജ്യം ഇടപെട്ടിട്ടും അല്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടു, കേന്ദ്ര സർക്കാർ ഇടപെട്ടു, ഗവർണർ ഇടപെട്ടു, സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഒക്കെ ഇടപെട്ടു, നിരവധി തലങ്ങളിൽ നിന്ന് ഇടപെട്ടിട്ട് കൂടി അത് സാധ്യമായില്ല. പക്ഷേ സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവ് AP അബൂബക്കർ മുസ്ലിയാറാണ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. കാരണം ഇത്രയും നാൾ ഇപ്പം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ യമനിലുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് അവർ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഫാമിലിയായിട്ട് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ കാരണം അത് സാധിച്ചിരിക്കണം. ഒറ്റ പോയിന്റിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ താൽക്കാലികമായിട്ട് ഈ ഒരു മരവിപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. ആ ഒറ്റ പോയിന്റ് ഇതാണ്. അത് ഒരു പക്ഷേ ഖുറാനിൽ നിന്നെടുത്ത ചില വാക്കുകളിൽ നിന്നും അതിൽ പിടിച്ചുകൊണ്ടാണ് കാന്തപുരം അവരുമായിട്ട് മത പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിങ്ങനെയാണ്: കൊല്ലുന്നതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബത്തിന് അധികാരമുണ്ട്. അത് ഇസ്ലാമിക്, അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിശ്വാസത്തിൽ പറയുന്നുണ്ട്. ഈ ഒറ്റ കാര്യം, കൊല്ലുന്നതിന് പകരം അത് ഒരു പ്രായശ്ചിത്തം നൽകി, അത് ഈ പറഞ്ഞോണം എന്തെങ്കിലും ഇതായിരിക്കും, പണം നൽകി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ പറയുന്ന എന്താണോ അത് നൽകിക്കൊണ്ട്, എന്താണോ പ്രായശ്ചിത്തം, അത് മാപ്പായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കാം, അത് നൽകിക്കൊണ്ട് ഈ ഇളവ് ലഭിക്കാൻ കുടുംബത്തിന് പറയാൻ അധികാരമുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം അവിടെ ഉണ്ട്, ഇത് കുടുംബം പറയാതെ അവിടുത്തെ കോടതിക്കും ഇത് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് കുടുംബത്തിന് എങ്ങനെ ഇത് പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കണം. അതായത് തെറ്റുകളുണ്ട്. അപ്പോൾ ഖുറാൻ്റെ ഇത് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ മതം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരു പക്ഷേ സാധാരണ ഒരു നയതന്ത്ര കാര്യങ്ങൾ ഏർപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പറയുന്നതിനേക്കാളും ഒരു മതപണ്ഡിതൻ അവിടെ ചെന്ന് പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ കുടുംബത്തിന് മനസ്സിലാകുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ ഈ ഒരു ഇളവ് മാത്രമല്ല മോചനം തന്നെ സാധ്യമാകും. പക്ഷേ ഇനി അവർ മോചനദ്രവ്യമായിട്ട് അത് എന്തായിരിക്കും അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നുള്ളത് അറിയില്ല. 1 മില്യൺ എത്ര മില്യൺ ഡോളറാണ് ഇടയ്ക്ക് ആവശ്യപ്പെടുന്നു എന്നുള്ളത് കേട്ടത്. പക്ഷേ ഇനിയുള്ള ചർച്ചകളിലാണ്. ഇപ്പോൾ നിലവിൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. അത് ആ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്നുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും അതും കാന്തപുരം വഴി സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വരുന്ന വാർത്തകൾ. അപ്പോൾ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടും എന്നുള്ളതാണ്. ഏറെ നാളുകളാണ് കുടുംബം കാത്തിരിക്കുന്നത്, കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. ശരിയാണ്, നിമിഷപ്രിയയുടെ വാട്സപ്പ് പ്രൊഫൈൽ തന്നെ നോക്കിയാൽ ഉദയസൂര്യൻ്റെ പ്രൊഫൈലാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ഉദയസൂര്യൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു ഉദയസൂര്യനെ നിമിഷ ഇന്ന് കണ്ടു, നാളെ ഒരു ഉദയസൂര്യനെ കാണുന്നുണ്ട്. അതുപോലെ അനേകായിരം ഉദയസൂര്യന്മാരെ കാണാൻ നിമിഷയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു യമൻ സുഹൃത്തായിരുന്നു, യമൻ പൗരൻ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിൻ്റെ ചില പീഡനങ്ങൾ കെട്ടിട്ടാണ് നിമിഷ ഒരു പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആദ്യം മയക്കുമരുന്നാണ് കൊടുത്തത്. മയക്കുമരുന്ന് കൊടുത്ത് മരിച്ചുപോയി എന്ന് കരുതിയാണ് കൊന്നത്. കൊന്ന് പറഞ്ഞാൽ അത് മറയ്ക്കപ്പെടുകയും അത് വലിയ കുറച്ച് ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മറയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ കൊല്ലണമെന്ന് ആഗ്രഹിച്ചല്ല, മയക്കുമരുന്ന് കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിമിഷപ്രിയ ശ്രമിച്ചത്. പക്ഷേ അത് നോക്കിയപ്പോൾ മരണപ്പെട്ടു എന്ന് നിമിഷ കരുതി അത് പിന്നീട് അത് കൊല്ലേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. കാരണം ശാരീരികമായിട്ട് മാത്രം മാനസികമായിട്ടുള്ള ശരിക്കും പീഡനങ്ങൾ നിമിഷ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം കാരണമാണ് ആ ഒരു കൊലപാതകം. അത് പഴയ കാര്യമാണ്. എന്നാൽ അതിവിടെ പ്രതിപാദിക്കുന്നത് ഇപ്പോഴും നമ്മുടെ വിദേശത്ത് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ അവിടുത്തെ ശിക്ഷകൾ ഇതുപോലെ
ഭയങ്കര കർശനമായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ജയിൽ പോലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജയിൽ പോലെ ബിരിയാണിയും തന്ന് ചിക്കനും തന്ന് പീഡിപ്പിച്ചവനും കൊലയാളിക്കും എല്ലാം ഇങ്ങനെ ഒരേ രീതിയിലുള്ള കാഴ്ചകളൊന്നും അല്ല അവിടെ നടത്തുക. അവിടെ അപ്പോഴേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ, ഒരു കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ തലയിറക്കും. അതും ഈ പറഞ്ഞ തൂക്കി കൊല്ലുക അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. അവിടെ കഴുത്തറുത്ത് അവരെ പൊതുമധ്യത്തിൽ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. അപ്പം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമമാണ് അവിടെ ഉള്ളത്. അപ്പം ഒരു പക്ഷേ നിമിഷയ്ക്ക് ഇതറിയാം, പക്ഷെ അത് ശ്രമിച്ചു, ആ കൊലപാതകമൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടുകാരി എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ജയിലിൽ നിമിഷപ്രിയയുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ കാര്യം എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഇപ്പോൾ കുടുംബം വർഷങ്ങളായിട്ട് ആ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് ഈ ഒരു കുടുംബം ഈ ഒരു മോചനത്തിന് വേണ്ടി ശ്രമിച്ചു. ഒരു പക്ഷേ ഇത് നേരത്തെ തന്നെ കാന്തപുരത്തിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മുസ്ലിയാർ അദ്ദേഹം ഒരു നല്ലൊരു നയതന്ത്ര പ്രതിനിധി കൂടിയാണ്. എന്ന് വെച്ചാൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇദ്ദേഹം വലിയൊരു പ്രാവീണ്യമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. നല്ല വിദ്യാസമ്പന്നനാണ്, മതപണ്ഡിതനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത് മുൻകൂട്ടി കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ അവസാന നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. അത് ഈ പറഞ്ഞ മറ്റാരൊക്കെ വഴി കിട്ടിയതാണ് അദ്ദേഹത്തിന്. അപ്പോൾ നേരത്തെ കിട്ടിയെങ്കിലും ഒരുപക്ഷെ നേരത്തെ മോചനവും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പോകാനാണ്. ഇതിപ്പം ഈ നാളെ തൂക്കിക്കൊല്ലാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിൽ ചാണ്ടി ഉമ്മന്റെ പേരും ഉയർന്നു വരുന്നുണ്ടല്ലോ. അതെ, അദ്ദേഹം ഗവർണറെയൊക്കെ ഉമ്മൻചാണ്ടി ഇതിന് വേണ്ടിയിട്ട് ഫോൺ കോൾ, അതായത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ പോലെ ഇതിന് സംസാരിക്കാൻ പറ്റാത്ത നിമിഷം പോലും അദ്ദേഹം ഫോൺ കോൾ ചെയ്യുന്ന, ഈ നിമിഷയ്ക്ക് വേണ്ടി ഫോൺ കോൾ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു നിമിഷപ്രിയയുടെ ഒരു മോചനം. അത് ഒരു പക്ഷേ ചാണ്ടി ഉമ്മൻ അമ്മയും കൂട്ടി ഗവർണറെ പോയി കണ്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ചാണ്ടി ഉമ്മൻ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചിരിക്കാം. ഏതായാലും ഇപ്പോൾ മറ്റുള്ള ഒരു സർക്കാരിൻ്റെ ഇടപെടലുകൾക്കപ്പുറം കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടലുകളാണ് ഇത് ഇപ്പം നിമിഷപ്രിയയുടെ ഈ ഒരു ഇതിന് കാരണം എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇനിയിപ്പം ഈ നിമിഷപ്രിയയുടെ ഇതിന് പകരം ക്ഷമയ്ക്ക് പകരം ഇനി രക്തപ്പണം എന്ന് പറയവർ, ഈ രക്തപ്പണം ആയിട്ട് ഇനി എത്രയാണ് അവർ ചോദിക്കുന്നതെന്നുള്ള അറിയില്ല. അത് അവർ ഓക്കെ ആണെങ്കിൽ അത് സമ്മതിക്കും. ഇനിയിപ്പോൾ അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിന് വേണ്ടുന്ന നയതന്ത്ര പ്രതിനിധികളൊക്കെ അവിടെ പോയിട്ട് കാന്തപുരത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കും. അതിന് പ്രധാനപ്പെട്ട കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ പണ്ഡിതനായ സൂഫി നേതാവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ധാമറിൽ ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ മഹ്ദിയുടെ കുടുംബവുമൊത്തുള്ള യോഗത്തിൽ ഉമർ ബിൻ ഹാഫിസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കും. അപ്പം അതായത് മഹ്ദി എന്ന് പറഞ്ഞാൽ ആ ഒരു മരണപ്പെട്ട ആ യമൻ പൗരൻ്റെ ബന്ധുക്കാരും അതിൽ ഒരു ബന്ധുവാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ചർച്ചയിലാണ് ഇനിയുള്ള തീരുമാനങ്ങൾ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും ഇതിന് തൊട്ട് മുമ്പാണെങ്കിൽ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും അവർ ഇനി ആ ഫാമിലി എന്തായിരിക്കും പറയുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം അവർ ഇനി രക്തപ്പണമാണോ അതോ ക്ഷമയാണോ എന്താണെന്നുള്ളത്, ക്ഷമിക്കുന്നു എന്നുള്ളൊരു ഇതാ മാപ്പ് പറയുന്നു എന്നുള്ളൊരു രീതിയാണെങ്കിൽ ഒക്കെ അതിൽ നിൽക്കും. അതല്ല അവർ ഈ രക്തപ്പണം എന്നാണെന്ന് തോന്നുന്നു അതിന് ഇത് പറയുന്നത്. അപ്പോൾ അതാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ പറയുന്നത് കേട്ടു, എത്ര കോടി രൂപയോളം ഉള്ള അതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് ധനസമാഹരിക്കേണ്ടതായിട്ട് വരും. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നേരത്തെ നമുക്കറിയാം മലയാളികളെല്ലാം അങ്ങനെ അത്തരം ഘട്ടങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇപ്പൊ ബോബി ചെമ്മൺ എന്ന് പറയുമ്പോൾ മറ്റേ പുള്ളിയുടെ പേരായിരുന്നു, അദ്ദേഹത്തെ ഇപ്പൊ നാട്ടിൽ കൊണ്ടുവന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ധനസമാഹരണം ഇനി എല്ലാവരും കൂടെ രാഷ്ട്രീയ പാർട്ടികളും മതപണ്ഡിതരും എല്ലാവരും കൂടെ ചേർന്ന് നടത്താൻ നമുക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം 30 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പക്ഷേ എല്ലാവരും 1 രൂപ വെച്ചോ അല്ലെങ്കിൽ 2 രൂപ വെച്ചിട്ടാലോ നിമിഷം നമുക്ക് നാട്ടിൽ കൊണ്ടുവരാം. പക്ഷെ ഇതിനേക്കാളും അപ്പുറം ഇനി ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ മറ്റെന്തെങ്കിലും, അതായത് ഈ യമൻ പൗരൻ്റെ ബന്ധുക്കാരും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അത്തരത്തിലുള്ളവർ ഇത് നിരാകരിക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആന്റെ ഒരു വരികൾ, അതായത് കൊല്ലുന്നതിന് പകരം പ്രായച്ചിത്തം എന്നുള്ള നിലപാടിലേക്ക് അവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഒരു മതപണ്ഡിതന്മാർക്കേ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഉപദേശിക്കാൻ പറ്റും. അതിങ്ങനെയാണ്, അത് ഒരു പക്ഷേ ഇസ്ലാം മതത്തിന് വലിയൊരു ഒരു പക്ഷേ ഈ ഒരു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതം കുറച്ചുകൂടി ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നയതന്ത്ര ബന്ധമാണ് എന്ന് പറയുന്നത്. നമ്മളതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിലെയാണ് ഇനി അടുത്ത നിമിഷപ്രിയയുടെ മോചനം എന്ന്. ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ചെങ്കിലും ഇനി ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എത്രമാത്രം മതപരമായിട്ട് ഇവർ അതിനെ നേരിടും, അല്ലെങ്കിൽ എത്ര മതപരമായിട്ട് അവരത് ചർച്ച ചെയ്ത് അതിനൊരു പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിലുള്ള ചർച്ച. അത് ഒരു പക്ഷേ തടസ്സപ്പെടുകയാണെങ്കിൽ, അത് ഈ പറഞ്ഞോണം പരാജയപ്പെടുകയാണെങ്കിൽ
ഒരുപക്ഷെ വീണ്ടും നിമിഷപ്രിയയുടെ ഈ ഒരു മോചനം വൈകാൻ സാധ്യതയുണ്ട്. വീണ്ടും ഈ പറഞ്ഞോണം കൊലയിലേക്കാണോ, നിമിഷപ്രിയയുടെ ജീവനിലേക്കാണോ പോകുന്നതെന്നുള്ളത് നമുക്കവിടെ സംശയിക്കേണ്ടിയിരിക്കുക. എന്തായാലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഒരു 80% നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇപ്പോൾ ഒരു മരവിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ബന്ധുക്കാർ അവിടെ സമ്മതിച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ അവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ളത് ചർച്ച, മോചനദ്രവ്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ രക്തപ്പണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാവും, എത്രയും വേഗം തിരിച്ചെത്താനാവും, ആ കുടുംബത്തിന്, ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മയെ തിരിച്ചു നൽകാനാവും. എന്തായാലും കേരളം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിമിഷപ്രിയയുടെ ഈ ഒരു മോചനത്തിനായിട്ട് കാത്തിരിക്കുകയാണ്.